സ്വാതന്ത്ര്യരെ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ടാരോ റീഡിലേക്ക് ഇന്ന് എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഗൈഡൻസ് ആണ് ഇന്നോ അല്ലെങ്കിൽ ഈ ആഴ്ചയോ. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥയാണ്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്ത് നിർദ്ദേശം ഗൈഡൻസ് ആണ് തരാനുള്ളത് ടാരോയ്ക്ക്. മൂന്നാമത്തെ കാര്യം എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ മൂന്ന് കാർഡ് റീഡിങ് വെച്ച് നമുക്ക് മനസ്സിലാക്കാം എന്താണ് സിറ്റുവേഷൻ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എയ്സ് ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. ഇത് വളരെ നല്ലൊരു കാർഡാണ്. കാരണം പുതിയ എന്തെങ്കിലും വൈകാരികമായിട്ടൊരു കാര്യം തുടങ്ങാനോ സ്നേഹമോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്ടത്തിൻ്റെ ഒരു കാർഡാണ് എയ്സ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തീരുമാനമെടുക്കാൻ പോകുന്ന വൈകാരികമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമാണ്. അതെന്തെങ്കിലും വാങ്ങാനാവാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് സ്നേഹം തുറന്നു പറയുന്നതാവാം, അല്ലെങ്കിൽ ആരെങ്കിലും റീച്ച് ഔട്ട് ചെയ്യുന്നതാവാം. ഇതിനൊക്കെയാണ് നമുക്ക് ഈ കാർഡ് വരാറുള്ളത്. ആത്മീയ യാത്രയിലും ഈ കാർഡ് കയറി വരാറുണ്ട് എന്ന് ഞാൻ എടുത്തു പറയട്ടെ. അപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ഗൈഡൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആലോചിച്ച് തീരുമാനിക്കും എന്നുള്ളതാണ്. 2 ഓഫ് വോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോകത്ത് നിൽക്കുന്ന ഒരാളെയാണ് കാണുന്നത്. നമ്മളൊരു സേഫ് പൊസിഷനിലാണ്. ഇപ്പോൾ നമുക്ക് തീരുമാനം എടുക്കുന്നത് നമ്മൾ റിസ്കിനെ കുറിച്ച് ആലോചിച്ചിട്ടല്ല, നമ്മുടെ ഇതിലാണ്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ആലോചിക്കണം എന്നുള്ളതാണ്. എവിടേക്കാണ് നാം പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലൊരു സ്റ്റേജിലേക്കാണ് പോകുന്നത്. ചാരിയറ്റ് എന്ന് പറയുന്ന കാർഡാണ്. വളരെ ദിശാബോധത്തോടുകൂടി മുന്നോട്ട് വന്നൊരു കാർഡാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തീരുമാനം എന്തെങ്കിലും എടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ കാർഡ് വെച്ച് പറയാനുള്ളത് ഇന്നും ഈ ആഴ്ചയോ ഒരു വളരെ നല്ല സമയമാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു തീരുമാനം എടുക്കുക. നിങ്ങൾക്ക് എല്ലാ വിജയവും ഞാൻ നേരുന്നു. ഐ വിഷ് യു ഗുഡ് ഡേ. സീ യു ഇൻ ദി ഈവനിങ്.